തുടർച്ചയായ മൂന്നാം വട്ടവും ഭരണത്തിലേറുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കാനിരിക്കുന്ന CPM-നെ ഞെട്ടിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലും പാലക്കാട്ടും കണ്ണൂരിലും ഉൾപ്പെടെ പാർട്ടിക്കുള്ളിൽ പടലപ്പിടക്കങ്ങൾ രൂക്ഷമാകുന്നത്. മുതിർന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ നേതൃത്വത്തിനെതിരെ തിരിയുന്നത് പാർട്ടിയുടെ സംഘടനാ കരുത്തിന് വലിയ പ്രഹരമായി മാറുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നതാണ് മുൻകാലങ്ങളിൽ CPM-ന്റെ രീതി. എതിർപ്പാളയത്ത് വിമത ശബ്ദങ്ങളും സ്ഥാനാർത്ഥി തർക്കങ്ങളും രൂക്ഷമാകുമ്പോഴും CPM വലിയ ബഹളങ്ങളില്ലാതെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പോടടുക്കുമ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. നിരവധിയിടങ്ങളിൽ വിമത ശബ്ദങ്ങൾ, സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾ. ഏറ്റവും ഒടുവിൽ സുധാകരനെ പോലെ മുതിർന്ന നേതാവ് നേതൃത്വത്തെ ആകെ തള്ളിപ്പറഞ്ഞത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം. പിന്നാലെ പാലക്കാട് ജില്ലയിൽ ഏറെ സ്വാധീനമുള്ള PK ശശിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുള്ള പുറത്തുപോക്ക്. ഇതെല്ലാം കൂടിയാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നേരിടുന്നത് മുമ്പെങ്ങുമില്ലാത്ത സ്ഥിതിവിശേഷമാണ്. പാർട്ടിയിൽ ആദ്യം പുകഞ്ഞു തുടങ്ങിയത് പയ്യന്നൂരിലെ പ്രശ്നങ്ങളാണ്. ധനരാജ രക്തസാക്ഷി ഫണ്ടിൽ പയ്യന്നൂർ MLA TI മധുസൂദന്റെ നേതൃത്വത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്ന ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ ആരോപണം CPM-നെ ആകെ പ്രതിരോധത്തിലാക്കി. 5 വർഷമായി പാർട്ടിക്കകത്ത് പുകയുന്ന പ്രശ്നമാണ് താൻ ഉന്നയിച്ചതെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പലവട്ടം വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിച്ചിട്ടും രക്തസാക്ഷി ഫണ്ട് തിരിമറി സംബന്ധിച്ച് പാർട്ടി അണികൾക്ക് പോലും സംശയം തീർന്നിട്ടില്ല. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടിയെ എതിർത്ത് പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പാർട്ടിക്കാർ പ്രകടനം നടത്തിയത് നേതൃത്വത്തെ ഞെട്ടിച്ചു. പയ്യന്നൂർ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാനാണ് വിമതരുടെ നീക്കം. നഗരസഭാംഗം C വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് V കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ ആലോചനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച് ജയിച്ചയാളാണ് വൈശാഖ്. V കുഞ്ഞികൃഷ്ണൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ തനിച്ചല്ലെന്നും പിന്നിൽ പയ്യന്നൂരിലെ മുതിർന്ന നേതാക്കൾ ഉണ്ടെന്നുമുള്ള സംശയങ്ങളും പാർട്ടിക്കുണ്ട്. കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചാൽ UDF പിന്തുണ നൽകുന്നതിനുള്ള നീക്കവും നടക്കുന്നുണ്ട്. CPM-ന്റെ കോട്ടയാണ് ആലപ്പുഴ. ആ കോട്ടയിൽ തന്നെ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായി സുധാകരൻ. സുധാകരനെ പോലെ മുതിർന്ന നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ നിർണായകമായ സമയത്ത് പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് സാധാരണ പ്രവർത്തകർ പോലും കരുതിയിരുന്നില്ല. അത്രയേറെ രൂക്ഷമാണ് ആലപ്പുഴയിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതകളെന്ന് വ്യക്തമാക്കുന്നതാണ് സുധാകരന്റെ പൊട്ടിത്തെറിയിലൂടെ. നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചാണ് മുൻമന്ത്രിയും 43 വർഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്ന സുധാകരൻ താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത്. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തന്നെ 5 വർഷമായി പാർട്ടി പൊതുപരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ലെന്നാണ് പ്രധാന ആരോപണം. സുധാകരൻ യാതൊരു പരിഗണനയും അർഹിക്കുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും CPM ഇത് പരിഗണിക്കുന്നില്ല. ജനറൽ സെക്രട്ടറി MA ബേബി വരെ സുധാകരനെ അനുനയിപ്പിക്കാൻ രംഗത്തെത്തിയിട്ടും അദ്ദേഹം അടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ കോൺഗ്രസ് പിന്തുണച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഏറെക്കാലമായി മറ്റൊരു പുകച്ചിലിനൊടുവിലാണ് ഷൊർണൂർ മുൻ MLA PK ശശിയെ CPM പുറത്താക്കിയിരിക്കുന്നത്. പാർട്ടിയെ വെല്ലുവിളിച്ച വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു നടപടി. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചാണ് ശശിയുടെ പുറത്തേക്ക് പോക്ക്. ഇമ്പിച്ചി ബാബുവും ശിവദാസനെയും പോലുള്ള മഹാന്മാർ ഇരുന്ന കസേരയിൽ സ്പിരിറ്റ് കച്ചവടക്കാർ ഇരിക്കുന്നുവെന്നായിരുന്നു വിമർശനം. പാലക്കാട് ജില്ലയിലെ DYFI നേതൃത്വത്തിനെതിരെ അദ്ദേഹം വളരെ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചു. ജില്ലാ കമ്മിറ്റിയിലെ ചിലർ യുവജനങ്ങൾക്ക് കഞ്ചാവും മദ്യവും നൽകുന്നുണ്ടെന്നാണ് ശശി പറഞ്ഞത്. 2 വർഷത്തോളമായി CPM-മായി അകന്നു കഴിയുന്ന PK ശശി കഴിഞ്ഞ മാസം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. CPM നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി ഒറ്റപ്പാലത്ത് വിമതനായി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹമുണ്ട്. ഒറ്റപ്പാലത്ത് CPM വിമത കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി UDF പിന്തുണയോടെ മത്സരിക്കാനാണ് ആലോചന. മത്സരിക്കുന്നതിന് സഹായം തേടി ഒറ്റപ്പാലത്തെ UDF നേതാക്കളെ PK ശശി സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പാർട്ടി അണികളിൽ നിന്ന് പോലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. MV ഗോവിന്ദന്റെ ഭാര്യ എന്ന നിലയ്ക്ക് ശ്യാമളയ്ക്ക് സീറ്റ് നൽകുന്നതാണ് വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. PK ശ്യാമളയുടെ ജനകീയതയില്ലായ്മ വിജയസാധ്യതയെ ബാധിക്കുമെന്നും ആരോപണമുണ്ട്. മുമ്പ് ആന്തൂർ നഗരസഭാ അധ്യക്ഷയായിരിക്കെ അവിടെയുണ്ടായ വിവാദങ്ങളും പ്രവാസിയുടെ ആത്മഹത്യയും PK ശ്യാമളയുടെ ജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും അണികൾ പറയുന്നുണ്ട്. സെക്രട്ടറി മത്സരിക്കുന്നില്ലെങ്കിൽ പകരം ഭാര്യയെ മത്സരിപ്പിക്കുന്ന രീതി CPM-ൽ ഇല്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളി. PK ശ്യാമള തന്നെ മത്സരിക്കുമെന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം. മന്ത്രി വീണ ജോർജിനെ ഇത്തവണ മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് ജോർജ് ജോസഫ് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതും CPM-ന് ക്ഷീണമായി. ആറന്മുളയിലെ സിറ്റിംഗ് സീറ്റിൽ 3ാമതും വീണ ജയിക്കുമെന്ന കണക്കൂട്ടലിനിടെയായിരുന്നു ഭർത്താവിന്റെ ആവശ്യം. ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറി കൂടിയാണ് ഭർത്താവ് ജോർജ് എന്നത് ആവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രീയ മാനങ്ങൾ നൽകി. എന്നാൽ കണ്ണൂരിൽ വീണയ്ക്കെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്താണ് ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ഇത്തവണ വീണയെ ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചതെന്നാണ് ജോർജ് ജോസഫ് പിന്നീട് വിശദീകരിച്ചത്.